സോറി അമ്മ, ഇത്തിരി ലേറ്റായി പോയി. ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോഴാണ് വരാൻ പറഞ്ഞത്. ഒരു ജോലിക്കാരനായ കൃത്യസമയത്ത് വരാൻ നോക്കണം, മനസ്സിലായോ? പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടി. ആരെ വിളിക്കുന്നത്? ഹലോ, വന്ന് ചെയ്യുന്നുണ്ട്. എടോ, ആദ്യം ഒരു തൊഴിലാളി കൃത്യസമയത്ത് വിടാൻ നോക്കണം, മനസ്സിലായോ? ഞാൻ താങ്കളെ ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നു, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. തോന്നിയ പോലെയാണ് നിങ്ങൾ വിടുന്നത്. അതാ വിളിക്കുന്നത്. ഞാൻ കേട്ടു. എനിക്ക് നാളെ വന്ന് ചെയ്തു തന്നാൽ മതി. ശരിയടാ മോനെ. പിന്നെ ഒരു ഇതൊക്കെ ഉപകാരമുണ്ട് സാർ. സാറിന് കോടി പുണ്യം കിട്ടും. ഞാൻ നാളെ വന്ന് എന്തായാലും ഇത് ചെയ്തു തരാം. പോണേ സാർ, പോണ്. നിമിഷം, നിന്നെ ഞാൻ ഇത്ര നേരം കുറ്റം പറഞ്ഞു, സോറി. നിൻ്റെ ഈ ഒരു ചെറുപ്രായത്തിൽ നീ എനിക്ക് വന്ന് ജോലി ചെയ്യാൻ വന്നു. അതാണ് നീ ജോലിയിലോട് കാണിക്കുന്ന അടുപ്പം. നിന്നെ പോലത്തെ ചെറുപ്പക്കാർ ഈ വന്ന ലോകത്ത്, അല്ലെങ്കിൽ ഈ ഒരു വന്ന നൂറ്റാണ്ടിൽ കാണുമെന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. ശരിയടാ മോനെ. നിൻ്റെ അമ്മയെ ഓപ്പറേഷൻ. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എന്ത് ജോലി ആവട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യമാവട്ടെ, പഠനം ആയിക്കോട്ടെ, എന്തോ ആവട്ടെ, നമ്മൾ 100% നീതി പുലർത്തണം. അതാണ് ഒരു യഥാർത്ഥ ഇന്ത്യൻ പൗരൻ്റെ ധർമ്മം. അത് ഞാൻ നിർവഹിക്കും സാർ. അതാണ് ഞാൻ ഈ ജോലി പെട്ടെന്ന് തന്നെ വന്ന് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശരി സാർ. സാറിൻ്റെ നല്ലൊരു മനസ്സ് കാരണം ഞാനിപ്പോൾ പോകണം. നാളെ വന്ന് എന്തായാലും ചെയ്തു തരാം സാർ. ശരി സാർ. കണ്ടില്ലേ, ഇതുപോലത്തെ ചെറുപ്പക്കാരും നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കണം. അതുപോലെ ഞാൻ കാര്യം അറിയാതെ ഞാൻ അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഏതൊരു മനുഷ്യനും നമ്മൾ കാര്യം അറിയാതെ കുറ്റപ്പെടുത്തൽ അതവർക്ക് ആഴത്തിൽ മുറിവേൽപ്പിക്കാം. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. ഇതുപോലത്തെ സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.